വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ഒന്നുമല്ല. നമ്മൾ ഇന്ന് ഒരു ദിസ് ഓർ ദാറ്റ് വീഡിയോ ആണ് നമ്മുടെ ഈ ചാനൽ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ ദിസ് ഓർ ദാറ്റ് വീഡിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യമേ നമ്മളുടെ ഓപ്ഷൻസ് വെക്കും. രണ്ടില് എനിക്ക് ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഞാൻ ആൻസർ ചെയ്യണം. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് നമ്മുടെ മഴവിൽ മനോരമയിലൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പം സെലിബ്രിറ്റീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ യൂട്യൂബ് ചാനൽസും അങ്ങനെ കുറെ പേരൊക്കെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഓൾമോസ്റ്റ് കാര്യങ്ങളും നമ്മൾ സെലിബ്രിറ്റീസ് ചെയ്തതിന്റെ ഫോളോ ആണ് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് 3 ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു വീഡിയോ എന്റെ 2 ഫ്രണ്ട്സിന് ടാഗ് ചെയ്യാണ്. ഒന്ന് അക്ഷയ ലക്ഷ്മി, അവരുടെ ചാനലിന്റെ നെയിം മൈ ഹാപ്പിനെസ് സ്പേസ് എന്നാണ്. അതുപോലെ ഡോണയുടെ ചാനലിന്റെ പേര് ഡോണ നിബിൻ എന്നാണ്. അപ്പം 2 പേരെ ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പം അവർക്ക് 2 പേർക്കുമാണ് ഞാൻ ഈ വീഡിയോ ടാഗ് ചെയ്യുന്നത്. അപ്പം ഇതേ ക്വസ്റ്റ്യൻസ് ഇതിന്റെ ആൻസർ അവർക്ക് ഞാൻ ഈ പറയുന്ന അതേ കാര്യങ്ങളിൽ അവർക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് അവര് മസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിരിക്കണം. അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മഴവിൽ മനോരമയിലൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരോട് 2 ഓപ്ഷൻസ് 2 ക്വസ്റ്റ്യൻസ് കൊടുക്കും. അവരതിൽ ആൻസർ ചെയ്യുക. ഒന്നെങ്കിൽ ഏതെങ്കിലും ബേർഡ് ഓർ ആനിമൽ അങ്ങനെ കൊടുത്തിട്ട് അവർക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവർക്ക് ഇഷ്ടപ്പെട്ട ഏതാണ്, ബേർഡ് ആണോ ആനിമൽ ആണോ. ഇപ്പം എന്റെ ഭാഗത്ത് നിന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ബേർഡ് ആണെന്ന് ഞാൻ പറയും. അപ്പം അങ്ങനെ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ വാട്സ് ഇൻ മൈ ബാഗ് ആയിക്കോട്ടെ, വാട്സ് ഇൻ മൈ ഫോൺ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ സെലിബ്രിറ്റീസിന്റെ കാര്യങ്ങളാണ് ഫോളോ ചെയ്തുകൊണ്ട് വന്നേക്കുന്നത്. അവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ യൂട്യൂബ് ചാനൽസിൽ അവർ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഇതാണ്. ഞാനൊരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ 25 ക്വസ്റ്റ്യൻസിൽ ഞാൻ എന്റെ ഇഷ്ടപ്പെട്ടത്, ചിലപ്പം പലതിലും എനിക്ക് രണ്ടും ഓക്കെയാണ് എന്ന് തോന്നുന്നുണ്ടാവാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഡോണ നിബിനും അതുപോലെ അക്ഷയ ലക്ഷ്മിക്കും എന്റെ 2 ഫ്രണ്ട്സ് ആണ്. അവർക്ക് 2 പേർക്കും ടാഗ് ചെയ്യുന്നു. ഡോണ നിബിന്റെ ചാനലിന്റെ നെയിം സെയിം ഡോണ നിബിൻ തന്നെയാണ്. അതുപോലെ അക്ഷയ ലക്ഷ്മിയുടെ ചാനലിന്റെ നെയിം മൈ ഹാപ്പിനെസ് സ്പേസ് എന്നാണ്. അപ്പം ഈ 2 ചാനലിലേക്കും ഞാൻ ഈ വീഡിയോ ടാഗ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം അല്ലെ. അപ്പോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻസ് ആണ് വന്നേക്കുന്നത്. ഫസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ 2 ഓപ്ഷൻസ്, ബ്ലാക്ക് ഓർ വൈറ്റ്. നമുക്ക് കളർ ചെയ്യുന്ന തന്നെ തുടങ്ങാം അല്ലെ. ബ്ലാക്ക് ഓർ വൈറ്റ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക് ആണ്. വൈറ്റിനെ കാട്ടി എനിക്കിഷ്ടം ബ്ലാക്ക് ആണ്. ഞാനൊരു ഷോപ്പിൽ പോയാലും ഡ്രസ്സൊക്കെ ആദ്യം പോയി ബ്ലാക്ക് ആണ് പിടിക്കാറുള്ളത്. എനിക്ക് ബ്ലാക്കിനോട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ബ്ലാക്ക് ആണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ ആണ്. സെക്കൻഡ് 2 ക്വസ്റ്റ്യൻസ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്റെ കയ്യില് കുറച്ച് മഷി വെച്ചിട്ടുണ്ട്. കയ്യില് പേന എടുത്തപ്പോ അത് മഷി പറ്റി. അപ്പം സെക്കൻഡ് എന്താന്ന് ചോദിച്ചാൽ വിത്ത് മേക്കപ്പ് ഓർ വിത്തൗട്ട് മേക്കപ്പ്. അത് 2 എണ്ണമാണ്. വിത്ത് മേക്കപ്പ് ഓർ വിത്തൗട്ട് മേക്കപ്പ്. എനിക്ക് എപ്പോഴും വിത്ത് മേക്കപ്പ് ആണ് ഇഷ്ടം. പുറത്ത് പോകുമ്പോഴും വിത്ത് മേക്കപ്പ് ആണ് ഇഷ്ടം. അകത്തിരിക്കുമ്പോഴല്ല, വീടിനകത്തിരിക്കുമ്പോഴല്ല, പുറത്ത് പോകുമ്പോൾ എനിക്ക് മേക്കപ്പ് ഇടാതെ പോയാൽ, മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഹെവി മേക്കപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. നോർമലി ഒരു എന്തെങ്കിലും ഫേസിൽ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ ഫേസ് ഒരുമാതിരി എന്താ പറയാ, ഒരുമാതിരി ഇങ്ങനെ ഇച്ചിരി കുറച്ച് കളറൊക്കെ അവിടെ ഇവിടെ ഇല്ലെങ്കിൽ ഒരുമാതിരി കരഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ടൈമും ഞാൻ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒന്നൊരു ലിപ്സ്റ്റിക്, അറ്റ്ലീസ്റ്റ് ഒരു ലിപ്സ്റ്റിക് എങ്കിലും ഇടാതെ ഞാൻ പോവാറില്ല. എനിക്ക് വിത്ത് മേക്കപ്പ് ആണ് ഇഷ്ടം. നെക്സ്റ്റ് വൺ, സ്കൂൾ ഡേയ്സ് ഓർ കോളേജ് ഡേയ്സ്. അതിനകത്ത് ഞാൻ എങ്ങനെ പോയാലും ഞാൻ സെലക്ട് ചെയ്യുന്നത് എന്റെ കോളേജ് ഡേയ്സ് ആണ്. ബിക്കോസ് കോളേജ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അത് വേറൊരു രസമാണ്. സ്കൂൾ ഡേയ്സ് എന്ന് പറയുമ്പോൾ വേറൊരു രീതിയാണ്. സ്കൂൾ ഡേയ്സിൽ നമുക്ക് അധികം എൻജോയ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ആ സമയത്ത് നമുക്ക് റെസ്ട്രിക്ഷൻസ് അധികം ഇല്ല സ്കൂൾ ഡേയ്സിൽ. കാരണം നമുക്ക് എന്താ പറയാ, നമുക്കിങ്ങനെ അതാണ്. പക്ഷെ കോളേജ് ഡേയ്സിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് അതിലൊരു രസം ഉണ്ടായിരുന്നു. ആ സമയത്ത് കാണിക്കുന്ന കള്ളത്തരത്തിനും കോളേജ് ഡേയ്സിൽ ആ സമയത്ത് കാണിക്കുന്ന കള്ളങ്ങൾക്കും ആ സമയത്ത് കാണിക്കുന്ന തല്ലുകൊളുത്തരങ്ങൾക്കും ഒക്കെ ഒരു പ്രത്യേക രസം തന്നെയാണ്. അതുകൊണ്ട് സ്കൂൾ ഡേയ്സ് കോളേജ് ഡേയ്സും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി എന്റെ കോളേജ് ഡേയ്സ് ആണ് ഇഷ്ടം. നെക്സ്റ്റ് ഓപ്ഷൻ, ബിഗ് നെയിൽസ് ഓർ നോ നെയിൽസ് അല്ലെങ്കിൽ സ്മോൾ നെയിൽസ്.
ഇതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒബ്വിയസ്ലി എനിക്ക് ബിഗ് നെയിൽസ് ആണ് ഇഷ്ടം. ബിക്കോസ് എന്റെ നെയിൽസ് എന്റെ ഫിംഗേഴ്സ് വളരെ ചെറുതാണ്. അപ്പം എന്റെ കയ്യിൽ എനിക്ക് നോർമലി ഇച്ചിരി എന്താ പറയാ നീണ്ട വിരലുകളാണ് ഇഷ്ടം. അപ്പൊ എന്റെ വിരലുകൾക്ക് വലിയ നീളമൊന്നുമില്ല. ബിക്കോസ് ഞാൻ ആള് നോർമലി ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ എന്റെ വിരലുകൾക്ക് നീളം കുറവാണ്. അതുകൊണ്ട് എനിക്ക് ലോങ് നെയിൽസ്, നമുക്ക് ലോങ് നെയിൽസ് ആവുമ്പം നമ്മുടെ വിരലുകൾക്ക് നല്ല നീളം തോന്നിക്കും. അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്കിഷ്ടം ലോങ് നെയിൽസ് ആണ് ഷോർട്ട് നെയിൽസിനെക്കാളും. എനിക്ക് ഷോർട്ട് നെയിൽസ് ഇഷ്ടമല്ല. നെക്സ്റ്റ് വൺ, കോമഡി ഓർ ഹൊറർ ആണോ എന്നാണ് ചോദിക്കുന്നത്. കോമഡി ആണോ ഇഷ്ടം, ഹൊറർ ആണോ എന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടം ഹൊറർ ആണ്. ബിക്കോസ് കോമഡി ഫിലിംസ് ഇഷ്ടമാണ്, ബട്ട് അതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ഹൊറർ മൂവീസ് കണ്ടിട്ട് അവിടെ ഇരുന്ന് അയ്യോ എന്റെ ബാക്കിൽ ഇതോ പ്രേതം വന്ന് നിൽക്കുന്നു, അയ്യോ അകത്തെവിടെ ഒരു സൗണ്ട് കേട്ടു, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കോമഡി ആകുമ്പോൾ നമുക്ക് ചിരിച്ചും കളയാം. ബട്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ ഹൊറർ മൂവീസ് കാണാറുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ പേടിയില്ലെന്നല്ല, പേടിയുണ്ട്. പ്രേതത്തെ പേടിയാണ്. ബട്ട് പ്രേതമൊക്കെ ഉണ്ടോ അറിയില്ല കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഹൊറർ മൂവീസ് കാണുമ്പം അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് ഭൂന്നൊരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ അകത്തെന്തോ ഒരു സൗണ്ട് കേട്ടു എന്നൊക്കെ ചിന്തിക്കാൻ എന്താ പറയാ ഇമാജിനേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒബ്വിയസ്ലി എനിക്ക് ഹൊറർ ആണ് ഇഷ്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താന്ന് ചോദിച്ചാൽ മിൽക്ക് ഓർ ജ്യൂസ് ആണ്. മിൽക്ക് ഓർ ജ്യൂസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടം ജ്യൂസ് തന്നെയാണ്. കാരണം മിൽക്ക് പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ മിൽക്ക് ടീ, മിൽക്ക് കോഫി ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പാലിന്റെ മണം വല്ലാത്ത ഇറിറ്റേഷൻ ആണ്. പണ്ട് മുതൽ എനിക്ക് മിൽക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസിന്റെ പകുതിയൊക്കെ കുടിക്കാം, അത്ര തന്നെ മിൽക്കിനോടുള്ളു. ബട്ട് മിൽക്ക് ഓർ ജ്യൂസ് എന്ന് ചോദിക്കുമ്പോൾ ഷുവർ ആയിട്ടും എനിക്ക് ജ്യൂസ് ആണ് ഇഷ്ടം. എനിക്ക് എപ്പോൾ ജ്യൂസ് വേണമെന്ന് ചോദിച്ചാലും ഞാൻ ജ്യൂസ് വേണമെന്ന് പറയും, കാരണം എനിക്ക് ഇഷ്ടമാണ്. നെക്സ്റ്റ് വൺ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് ആണ്. വളരെ വളരെ എനിക്ക് പറയാൻ, എനിക്ക് എല്ലാവരോടും പറയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ്. കേളി ഹെയർ ആണോ ഇഷ്ടം, സ്ട്രൈറ്റ് ഹെയർ ആണോ ഇഷ്ടം എന്നാണ് നെക്സ്റ്റ് വൺ. ഒന്നുമില്ല, കണ്ണും പൂട്ടി ഒബ്വിയസ്ലി ഷുവർലി എന്ത് വേണം, ഡെഫിനറ്റ്ലി ഞാൻ കണ്ണും പൂട്ടി പറയും എനിക്ക് സ്ട്രൈറ്റ് ഹെയർ ആണ് ഇഷ്ടം. എനിക്ക് കേളി ഹെയർ ഒട്ടും ഇഷ്ടമല്ല. ബിക്കോസ് എന്റെ കേളി ഹെയർ ആണ് വളരെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അത് മാനേജ് ചെയ്യാറുള്ളത്. പല വട്ടം ഞാനൊരു 3 or 4 times ഹെയർ സ്ട്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. സ്ട്രൈറ്റൻ അല്ല, ഹെയർ സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനുശേഷം ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്റെ ഹെയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ട്. ഫുൾ ഓഫ് ഡാമേജ് ആയിട്ട് ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ സൗദിയിൽ വരുന്നതിന് മുമ്പ് ഞാൻ എന്റെ ബ്യൂട്ടീഷ്യൻ ചേച്ചിയോട് എന്ന് പറഞ്ഞു, ചേച്ചി എന്റെ ഹെയർ ഒന്നും കൂടെ സ്ട്രെയിറ്റ് ചെയ്യണം, എനിക്ക് വയ്യ, ഇതെനിക്ക് വയ്യ ചേച്ചി എന്ന് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു പൊന്നു മോളെ ഫുള്ള് ഡാമേജ് ആണ്, കംപ്ലീറ്റ് ഡാമേജ് ആയി. ഇനി ഞാൻ അതിന്റെ കെമിക്കൽസ് അതിന്റെ ക്രീംസ് നിന്റെ ഹെയറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഹെയർ കംപ്ലീറ്റ് പൊടിഞ്ഞു പോകും, അതുകൊണ്ട് ഇനി സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പം സ്ട്രൈറ്റൻ മെഷീൻ ഒക്കെ കൊണ്ട് എന്താ അയൺ മെഷീൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഇത് അയൺ മെഷീൻ അല്ല, ഹെയർ അയൺ ചെയ്യുന്ന സ്ട്രൈറ്റനിങ് മെഷീൻ ഉണ്ട്, അതുകൊണ്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ബട്ട് പലപ്പോഴും അത് പറ്റാനുള്ള കാരണം ഹെയർ ബ്രേക്കേജ് ഒരുപാടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിധത്തിലാണ് എന്റെ ഹെയർ മാനേജ് ചെയ്യുന്നത്. എനിക്ക് കണ്ണ് പൂട്ടി വെച്ച് ഞാൻ പറയും എനിക്ക് ഇഷ്ടം സ്ട്രെയിറ്റ് ഹെയർ ആണ്, എന്റെ കേളി ഹെയർ ആണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ബട്ട് ഈ ടൈം ഞാൻ നാട്ടിൽ പോകുമ്പോൾ മസ്റ്റായിട്ടും ഞാൻ സ്ട്രെയിറ്റ് ചെയ്യും, ഉറപ്പാണ്. അപ്പൊ എന്റെ ഇഷ്ടം സ്ട്രെയിറ്റ് ഹെയർ. നെക്സ്റ്റ് ഓപ്ഷൻസ് എന്താന്ന് ചോദിച്ചാൽ ഫാമിലി ഓർ ഫ്രണ്ട്സ്. കണ്ണും കൂട്ടി നമ്മൾ പറയും ഫാമിലി തന്നെയാണ്. ഫാമിലിയാണ് ഏറ്റവും വലിയ പ്രിഫറൻസ്. ഫാമിലി കഴിഞ്ഞാൽ ഫ്രണ്ട്സ്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി എന്റെ അഭിപ്രായം അതാണ്. ഫസ്റ്റ് പ്രിഫറൻസ് ഫാമിലി, അതിനുശേഷം ഫ്രണ്ട്സ്. നെക്സ്റ്റ് ഓപ്ഷൻസ് എന്താന്ന് ചോദിച്ചാൽ ബീച്ച് ഓർ മൗണ്ടൻസ്. ബീച്ച് ഓർ മൗണ്ടൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ പേഴ്സണലി എനിക്ക് വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മൗണ്ടൻസേ പറയൂ. ബിക്കോസ് എനിക്ക് ബീച്ചിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. ബട്ട് എന്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല, പുള്ളിക്ക് ബീച്ചിനോട് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എനിക്ക് ബീച്ചിനോട് ഒട്ടും ഇഷ്ടമല്ല.
ഒട്ടും ഇഷ്ടമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോയിരിക്കും. ബിക്കോസ് എനിക്കറിയില്ല, എനിക്ക് വലിയ താല്പര്യമില്ല. ബട്ട് മൗണ്ടൻസ് എനിക്ക് ഇഷ്ടമാണ്, മൗണ്ടൻസിനോട് എനിക്ക് താല്പര്യമാണ്. ബീച്ച് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒബ്വിയസ്ലി ഞാൻ മൗണ്ടൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻസ് എന്താന്ന് ചോദിച്ചാൽ, നെക്സ്റ്റ് ഓപ്ഷൻസ് ഹീൽസ് ആണോ ഫ്ലാറ്റ്സ് ആണോ ഇഷ്ടം എന്നാണ്. ഹീൽസ് ആണോ ഫ്ലാറ്റ്സ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഹീൽസ് ആണ് ഇഷ്ടം. ബിക്കോസ് ഞാനേ ഷോർട്ടാണ്, എനിക്ക് വലിയ ഹൈറ്റ് ഒന്നും ഇല്ല. അപ്പം ഞാൻ ഫ്ലാറ്റ്സ് ഇട്ടാല് ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഹൈറ്റ് ഒന്നുമില്ല. എക്സ്പെഷ്യലി ഞാൻ സാരീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഫ്ലാറ്റ്സ് ഒട്ടും ഇടാൻ പറ്റില്ല. ചില ടൈമിലൊക്കെ ഞാൻ ഫ്ലാറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ എന്റെ അമ്മയ്ക്ക് പോലും ഇഷ്ടമല്ല. മോളെ നീ എന്തിനാ ഈ ചെരുപ്പിടുന്നത്, എനിക്ക് ഒട്ടും നീളം തോന്നില്ല എന്ന് അമ്മ തന്നെ പറയും. അതുകൊണ്ട് ഒബ്വിയസ്ലി എനിക്ക് ഇഷ്ടം ഹീൽസ് ആണ്. ഹീൽസിനോടാണ് എനിക്ക് താല്പര്യം. ഞാൻ ഒരു ഇച്ചിരിയെങ്കിലും ഹീലില്ലാത്ത ചെരുപ്പുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ 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 വേദനാജനകമാണ് എന്റെ അവസ്ഥ. എനിക്ക് നീളമില്ല. ചിലപ്പം എനിക്ക് പേഴ്സണലി തോന്നിയായിരിക്കാം എനിക്ക് നീളമില്ല എന്നുള്ളത്. ബട്ട് വേറൊരാൾ നോക്കുമ്പോൾ അത്ര നീളക്കുറവൊന്നും തോന്നില്ലായിരിക്കാം. പക്ഷെ എനിക്ക് നീളമുള്ളവരോടാണ് കൂടുതൽ ഇഷ്ടം. അത് ആണുങ്ങളോടാണെങ്കിലും പെണ്ണുങ്ങളോടാണെങ്കിലും എനിക്ക് ഹൈറ്റ് ഉള്ളവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഹീൽസ് ഓർ ഫ്ലാറ്റ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഹീൽസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനത്തെ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ബുക്കൊക്കെ ഉണ്ട് നമ്മുടെ കയ്യില്. ഈ ബുക്കിനകത്ത് ഞാൻ കുറെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് സെലക്ട് ചെയ്താണ് ഞാനിപ്പോ നോക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പെർഫ്യൂംസ് ഓർ ബോഡി മിസ്റ്റ് ആണ്. അതിനകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടം ബോഡി മിസ്റ്റ് ആണ്. പെർഫ്യൂംസ് ഇഷ്ടമല്ല, പെർഫ്യൂംസ് ഇഷ്ടമാണ്. ഞാൻ പറയാം, ഒരു കുറച്ച് നാൾ ഒരു 2-3 ഇയേഴ്സിന് മുമ്പ് വരെ എനിക്ക് പെർഫ്യൂംസിനോടും ബോഡി മിസ്റ്റിനോടും ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ബട്ട് നൗഡേയ്സ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ബോഡി മിസ്റ്റ് ആണ്. പെർഫ്യൂംസിനെ കാട്ടിയും ബോഡി മിസ്റ്റ് ആണ് ഇഷ്ടം. നെക്സ്റ്റ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് പെപ്സി ഓർ കോള. പെപ്സി ഓർ കോള എന്ന് ചോദിച്ചാൽ രണ്ടും ശരീരത്തിന് ഹാനികരമാണ്, ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് എനിക്ക് കോക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര അഡിക്ഷൻ ആണ്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ ആണ്. ബട്ട് എനിക്ക് എനിക്ക് ഇങ്ങനെ കോക്ക് കുടിക്കുന്നതിലും എന്തെങ്കിലും പശ്ചാത്താപമൊക്കെ ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് ഒരു പശ്ചാത്താപവും ഇല്ല. എല്ലാവരും എന്നോട് പറയും, എനിക്ക് വീട്ടിലാണെങ്കിലും എനിക്ക് എപ്പോഴും വഴക്കിട്ട് എന്തിനാണ് ഇതിങ്ങനെ കുടിക്കുന്നതെന്നാ ചോദിക്കുന്നത്. ബട്ട് എനിക്ക് ഭയങ്കര അഡിക്ഷൻ ആണ് കോക്ക്. എനിക്ക് ഒരു 5-6 കോക്ക് മേടിച്ചു വെച്ചിട്ട് വാ മോളെ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ പോവും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് കോക്ക്. എനിക്ക് കോള കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പെപ്സിയെ കാട്ടി പെപ്സി കോക്ക് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കോക്ക് ആണ് പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് കിസ് ഓർ ഹഗ്. കിസ് ഓർ ഹഗ് എന്ന് ചോദിക്കുമ്പോൾ കിസ് ആണോ ഹഗ് ആണോ ഇഷ്ടം കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ഹഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് കിസ് എന്ന് പറഞ്ഞാൽ ഒരു കിസ് എന്ന് പറയുമ്പം അതൊരു ഇഷ്ടമാണ്, ഒരു ഇതാണ്. ബട്ട് കിസ് കൊടുക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും എപ്പോഴും ഏറ്റവും നമുക്ക് സ്നേഹം മനസ്സിലാക്കാനുള്ള അതിപ്പം അപ്പനും മോളും ആയിക്കോട്ടെ, അമ്മയും മോളും ആയിക്കോട്ടെ, ഈവൻ ഹസ്ബൻഡും വൈഫും ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, കിസിനെ കാട്ടി ഏറ്റവും കൂടുതൽ നമുക്ക് ആ സ്നേഹം അറിയാൻ പറ്റുന്നത് ഹഗ്ഗിലാണ്. അപ്പം കിസ് ഓർ ഹഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഹഗ് ആണ്. കെട്ടിപ്പിടിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്കതാണ് ഇഷ്ടം. എന്റെ ഒരു ഇഷ്ടം അതാണ് കേട്ടോ. കിസ് ഓർ ഹഗ് എന്ന് പറയുമ്പോൾ ഹഗ് ആണ് എന്റെ ഇഷ്ടം. നെക്സ്റ്റ് സ്വീറ്റ് ഓർ സ്പൈസി. സ്വീറ്റിനെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം സ്പൈസി ആണ്. എനിക്ക് സ്വീറ്റിനോട് വലിയ താല്പര്യമില്ല. എന്നാലും ഓക്കെ കഴിക്കും. ചില കാര്യങ്ങൾ സ്വീറ്റ് ഇഷ്ടമാണ്. ബട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്പൈസി ആണ്. ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ കഴിക്കുന്നവർക്കറിയാം, കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഞാൻ സ്പൈസി കൂടുതലായിരിക്കും എന്റെ കറികളിൽ. എനിക്ക് സ്പൈസി ആണ് ഇഷ്ടം. സ്വീറ്റ് ഓർ സ്പൈസി എന്ന് ചോദിക്കുമ്പോൾ സ്പൈസി കണ്ണുപൂട്ടി പറയാം. നെക്സ്റ്റ് സ്നീസിങ് ഓർ ഹൈക്കപ്സ്. സ്നീസിങ് ആണോ ഹൈക്കപ്സ് ആണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അശി എന്ന് സ്നീസ് ചെയ്യുമ്പോൾ വലിയ നമുക്ക് ബുദ്ധിമുട്ട് തോന്നത്തില്ല. കാരണം സ്നീസ് ചെയ്യുമ്പോൾ ഒരു 5-6 സ്നീസ് കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും. ഹൈക്കപ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്ത് വല്ലാത്തൊരു ഇറിറ്റേഷൻ, നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ഇറിറ്റേഷൻ ആണ്. അതുകൊണ്ട് പേഴ്സണലി എനിക്ക് സ്നീസ് ചെയ്യാനാണ് ഇഷ്ടം. ഹൈക്കപ്സ് എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എന്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് ലിപ്സ്റ്റിക് ഓർ കാജൽ എന്ന് ചോദിച്ചാൽ
അതാണ് നെക്സ്റ്റ് വൺ. ലിപ്സ്റ്റിക് ഓർ കാജൽ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒബ്വിയസ്ലി കണ്ണും പൂട്ടി എനിക്ക് പറയാം, എനിക്ക് ലിപ്സ്റ്റിക് ആണ് ഇഷ്ടം. കാരണം കാജൽ എന്ന് പറയുമ്പോൾ ഞാൻ ഏതാണ്ട് ഒരു കുറച്ച് ഏതാണ്ട് ഒരു 1 ഇയർ ഇങ്ങനെ ആയുള്ളൂ. കാജലൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല. കാജൽ വലിയ യൂസ് ചെയ്യാത്ത ആളാണ്. ബട്ട് ഈ ഒരു കുറച്ചിടകൊണ്ടാണ് ഞാൻ കാജൽ യൂസ് ചെയ്യുന്നത്. ബട്ട് എനിക്ക് ലിപ്സ്റ്റിക് ഞാൻ കുറെ നാൾ കൊണ്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് ലിപ്സ്റ്റിക് ആണ് ഇഷ്ടം. ബിക്കോസ് എനിക്കൊരു പൗഡർ ഇട്ട് ഒരു ലിപ്സ്റ്റിക്കും ഇട്ട് ഒരു പൊട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പുറത്തു പോകാനാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. അപ്പം ലിപ്സ്റ്റിക് ഓർ കാജൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി എനിക്കിഷ്ടം ലിപ്സ്റ്റിക് ആണ്. നെക്സ്റ്റ് വൺ, ഓൺലൈൻ ഷോപ്പിംഗ് ഓർ ഷോപ്പിംഗ് ഇൻ എ സ്റ്റോർ. ഓൺലൈൻ ഷോപ്പിംഗ് ആണോ ഷോപ്പിംഗ് ഇൻ എ സ്റ്റോർ ആണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. ബിക്കോസ് എനിക്ക് ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ ഫസ്റ്റ് എനിക്ക് പേടിയാണ്. അതിന്റെ പേയ്മെന്റ് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഒരുപാട് പേര് ചെയ്യുന്നത്. എല്ലാവരും ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് പലതും ചെയ്യാറുള്ളത്. ബട്ട് എനിക്ക് പേഴ്സണലി പേടിയാണ്. ബിക്കോസ് അതിന്റെ പേയ്മെന്റ് ക്യാഷ് ഡെലിവറി ഉണ്ട്. ബട്ട് ഡെലിവറി ടൈമിൽ ക്യാഷ് കൊടുത്താൽ മതി. ബട്ട് അല്ലാതെ തന്നെ എനിക്കിപ്പം ആ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും അത് എങ്ങനെയായിരിക്കും അതിന്റെ ക്വാളിറ്റി, എനിക്ക് അതിലൊക്കെ ഒരു പേടിയുള്ള ആളാണ്. ഷോപ്പിംഗ് ഇൻ എ സ്റ്റോർ ആണ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റോറിൽ പോയി പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ നമുക്ക് ഇന്ന് ഈ കൊറോണ സിറ്റുവേഷനിൽ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ്. ബട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഷോപ്പിംഗ് ഇൻ എ സ്റ്റോർ ആണ്. ബിക്കോസ് എനിക്കിങ്ങനെ കാണാം, എല്ലാം കണ്ടിട്ട് കുറെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു സന്തോഷമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അതിനുശേഷം നമ്മൾ 1 or 2 സാധനം മേടിച്ചാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, മനസ്സിലായി. ബട്ട് ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങനെ പറ്റില്ല. അവരൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് അവരതിൽ ഷോ ചെയ്തിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒക്കെ സെലക്ട് ചെയ്യുക. എനിക്ക് അതിൽ ഇഷ്ടം ഷോപ്പിംഗ് ഇൻ എ സ്റ്റോർ ആണ്. അപ്പൊ പേഴ്സണലി ഓൺലൈൻ ഷോപ്പിംഗ് ഓർ ഷോപ്പിംഗ് ഇൻ എ സ്റ്റോർ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഷോപ്പിംഗ് ഇൻ എ സ്റ്റോർ ആണ്. നെക്സ്റ്റ് വൺ, ഫ്രീഡം ഓർ ഹോപ്പ്. ഫ്രീഡം ഓർ ഹോപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ണടച്ച് വെച്ച് ഞാൻ പറയും ഫ്രീഡം ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ എല്ലാവരും ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കയർ ഊരിവിട്ട പോലെ എന്നല്ല, കയറ് വിട്ട പട്ടം പോലെ എന്നല്ല. ഫ്രീഡം എന്നത് എല്ലാവരുടെയും ഒരു പേഴ്സണലി എല്ലാവരുടെയും ഒരു ആവശ്യമാണ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പം ഫ്രീഡം ഓർ ഹോപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി ഫ്രീഡം പ്രിഫർ ചെയ്യും. എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഞാൻ ഫ്രീഡത്തിനാണ് കൊടുക്കുന്നത്. ബിക്കോസ് ഇങ്ങനെ നമ്മളിപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ അഴിച്ചു വിട്ട പോലെ നടക്കണം എന്നല്ല. ആവശ്യത്തിന് ഫ്രീഡം, അത് ലോകത്തെ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ആവശ്യമുള്ളൊരു കാര്യമാണ് ഫ്രീഡം. അതിനെയാണ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ബേബീസ് ഓർ ഓൾഡ് പീപ്പിൾസ്. ബേബീസ് ഓർ ഓൾഡ് പീപ്പിൾസ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഓൾഡ് പീപ്പിൾസ് എന്നേ പറയത്തുള്ളൂ. ഓൾഡ് പീപ്പിൾസിനെയാണ് എനിക്ക് ബേബീസിനെ കളി. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതെന്തൊരു ജീവിയാണെന്ന് ചോദിക്കും. ഇതിങ്ങനെ ഒരു ജീവിയാണ്. എനിക്ക് ബേബീസിനെ കളി കൂടുതൽ എനിക്ക് താല്പര്യം ഓൾഡ് പീപ്പിൾസിനോടാണ്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ബേബീസിനെ ഇഷ്ടമല്ല എന്നല്ല, ഇഷ്ടമാണ്. ബട്ട് അതിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബേബീസ് ഓർ ഓൾഡ് പീപ്പിൾസ് എന്ന് ചോദിക്കുന്നത്. ഓൾഡ് പീപ്പിൾസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബേബീസിനെക്കാളും മുതിർന്നവരെന്നല്ല, ഓൾഡ് ഏജ് പീപ്പിൾസിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവരെയാണ് ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. കാരണം ബേബീസിനെക്കാളും ഞാൻ എൻ്റെ പേഴ്സണലി പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഓൾഡ് ഏജ് പീപ്പിൾസിനെ പ്രിഫർ ചെയ്യൂ. എനിക്ക് അവരോടാണ് ബേബീസിനെക്കാട്ടി കുറച്ചും കൂടെ എനിക്കിഷ്ടം. ഞാൻ എൻ്റെ പേഴ്സണലി ഉള്ള എൻ്റെ ഇഷ്ടം അതാണ്. ബേബീസ് ഓർ ഓൾഡ് ഏജ് പീപ്പിൾസ് എന്ന് വെച്ചാൽ ഓൾഡ് ഏജ് പീപ്പിൾസ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഓപ്പൺ മൈൻഡഡ് ഓർ ക്ലോസ്ഡ് മൈൻഡഡ്. ഓപ്പൺ മൈൻഡഡ് ഓർ ക്ലോസ്ഡ് മൈൻഡഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഓപ്പൺ മൈൻഡഡ് പേഴ്സൺ ആണ്. ഞാൻ ദേഷ്യം വന്നാലും അത് പ്രകടിപ്പിക്കും, സ്നേഹം വന്നാലും അത് പ്രകടിപ്പിക്കും. പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വല്ലാത്ത ഇറിറ്റേഷൻ ആണ്, വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓപ്പൺ മൈൻഡഡ് ആണ്. ബിക്കോസ് ഞാൻ ഓപ്പൺ മൈൻഡഡ് ആണ്. അങ്ങനെ എല്ലാം അങ്ങ് ഓപ്പൺ ആയിട്ട് പറയുക എന്ന് ചോദിക്കുകയാണെങ്കിൽ നോർമലി ഞാൻ പറയാം, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ആയിട്ട് അത് പ്രകടിപ്പിക്കും. അത് ഇന്ന സ്ഥലമെന്നോ ഇന്ന സിറ്റുവേഷൻ എന്നോ ഒന്നുമില്ല. ബട്ട് അത് ഒരു നല്ല ക്യാരക്ടർ അല്ലെന്നും നല്ലൊരു ക്വാളിറ്റി അല്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ഞാൻ അങ്ങനെയാണ്. എനിക്ക് ദേഷ്യം വന്നാൽ
ഞാനത് പ്രകടിപ്പിക്കും. അതേസമയം എനിക്ക് സ്നേഹം വന്നാലും ഞാൻ അത് പ്രകടിപ്പിക്കും. പിന്നെ എന്താണെങ്കിലും ഞാനത് പ്രകടിപ്പിക്കും. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ഞാനത് പറയും. എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ എനിക്കിങ്ങനെ അടഞ്ഞിങ്ങനെ ഒരു കാര്യവും ഞാനിങ്ങനെ പറയുമ്പം എല്ലാം പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പൺ മൈൻഡഡ് ആണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഓപ്പൺ മൈൻഡഡ് ആണ് ഇഷ്ടം. ക്ലോസ് മൈൻഡിനെ കാട്ടി ഓപ്പൺ ആണ് ഇഷ്ടം, എനിക്കിഷ്ടം. അപ്പൊ ഞാൻ പേഴ്സണലി ഓപ്പൺ മൈൻഡഡ് പ്രിഫർ ചെയ്യും. നെക്സ്റ്റ് വൺ, ന്യൂ ക്ലോത്ത്സ് ഓർ ന്യൂ ഫോൺ. ന്യൂ ക്ലോത്ത്സ് ഓർ ന്യൂ ഫോൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ന്യൂ ക്ലോത്ത്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഫോൺ എന്ന് പറയുമ്പം അത്ര വലിയ കാര്യമില്ല. ഫോൺ വിളിക്കണം, മെസ്സേജ് അയക്കണം, വാട്സപ്പ് യൂസ് ചെയ്യണം, ഇമോ യൂസ് ചെയ്യണം, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണം, FB യൂസ് ചെയ്യണം, ഇത്രയൊക്കെ യൂസ് ചെയ്യണം. അതിപ്പം ഏത് ഫോൺ ആണെങ്കിലും കുഴപ്പമില്ല. ന്യൂ ഫോണിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ബട്ട് ന്യൂ ക്ലോത്ത്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ക്ലോത്ത്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലോത്ത്സ് മേടിക്കാൻ ഇഷ്ടമാണ്, ക്ലോത്ത്സ് കാണാൻ ഇഷ്ടമാണ്, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഷോപ്പിംഗ് ഇഷ്ടമാണ്. അപ്പം വിൻഡോ പർച്ചേസിങ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ന്യൂ ക്ലോത്ത്സ് ഓർ ന്യൂ ഫോൺ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഞാൻ സെലക്ട് ചെയ്യും ന്യൂ ക്ലോത്ത്സ്. നെക്സ്റ്റ് വൺ എന്താണെന്ന് ചോദിച്ചാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഞാൻ സെലക്ട് ചെയ്തതാണ്. എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക്, ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും എന്റെ അമ്മ, അപ്പ, അനിയത്തി, അങ്ങനെ എന്നെ അറിയാവുന്നവർക്ക്, എന്റെ ആന്റിമാര്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അറിയാം എന്റെ ഇഷ്ടം, അതിനകത്ത് ഏതാ എനിക്ക് ഇഷ്ടമെന്ന്. അപ്പം ഇതെനിക്ക് ഇഷ്ടമായിട്ട് കാര്യമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും ഇതിനോട് ഇഷ്ടം കാണുമായിരിക്കും. എനിക്കും ഇഷ്ടമാണ്. അപ്പം നെക്സ്റ്റ് വൺ ഏതാന്ന് വെച്ചാൽ ഗോൾഡ് ഓർ സിൽവർ ആണ്. ഗോൾഡ് ഓർ സിൽവർ എന്ന് ചോദിച്ചാൽ കണ്ണ് പൂട്ടിയിട്ട് ഗോൾഡ് എന്ന് പറയും. കണ്ണടച്ചിട്ട് ഞാൻ ഗോൾഡ് എന്ന് പറയും. ബിക്കോസ് എനിക്ക് ഗോൾഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് ഇഷ്ടം വാങ്ങാനാണ്. യൂസ് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് വാങ്ങാനാണ് ഇഷ്ടം. എനിക്ക് അത് ഉപയോഗിക്കുന്നതിനോട് എന്താ പറയാ, പിന്നെ ഉപയോഗിക്കാനല്ലേ നിങ്ങൾ ഗോൾഡ് മേടിക്കുന്നതെന്ന് ചോദിക്കും. ബട്ട് എനിക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും ഇഷ്ടം വാങ്ങാനാണ് ഗോൾഡ്. യൂസ് ചെയ്യാൻ എനിക്ക് അത്ര ഹെവി ആയിട്ടുള്ള ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ബട്ട് എനിക്ക് വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഒബ്വിയസ്ലി നമുക്കറിയാം, ഗേൾസ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് ഗോൾഡിനോട് താല്പര്യമുള്ളവരാണ് ഗേൾസ് എന്ന് പറയുന്നത്. ബട്ട് എനിക്കും അതുപോലെ താല്പര്യം തന്നെയാണ്. സോ അത് ഞാൻ പ്രിഫർ ചെയ്യും. പക്ഷേ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ അത് വാങ്ങാനാണ് എന്റെ ഇഷ്ടം. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഗോൾഡ് ഓർ സിൽവർ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിഷ്ടം ഗോൾഡിനോട് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഏതാന്ന് വെച്ചാൽ സീരിയസ് ഓർ ഫണ്ണി. സീരിയസ് ഓർ ഫണ്ണി എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ സമയവും ഫണ്ണി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ബട്ട് ചില സിറ്റുവേഷൻസ് നമ്മളെ സീരിയസ് ആക്കാറുണ്ട്. അപ്പം ഇതിൽ രണ്ടിലും ഏത് വേണം എന്ന് എനിക്ക് ഇഷ്ടം ഫണ്ണി ആയിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ചാളിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ബട്ട് ചില സിറ്റുവേഷൻസ് നമ്മളെ സീരിയസ് ആക്കും. അപ്പം ഇതിൽ രണ്ടിൽ ഏത് പ്രിഫർ ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല. സീരിയസ് ഓർ ഫണ്ണി. പല സമയവും സീരിയസ് ആയിട്ടിരിക്കുന്നതാണ് ഒരു കണക്കിന് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് എനിക്ക് നോർമലി എനിക്ക് ഇഷ്ടം ഫണ്ണിയാണ്. അപ്പം സീരിയസ് ഓർ ഫണ്ണി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫണ്ണി എടുക്കുന്നു കേട്ടോ. ഫണ്ണി. അപ്പം ലാസ്റ്റ് വൺ ഏതാണെന്ന് ചോദിച്ചാൽ അവസാനത്തെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിനകത്ത് അതെന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ബോസ് ഓർ വർക്കർ. ബോസ് ഓർ വർക്കർ. ബോസ് ആണോ വർക്കർ ആണോ ആഗ്രഹം എന്ന് ചോദിച്ചാൽ നമുക്ക് നോർമൽ കേസിൽ പറയാം. നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്, ബോസ് ആവണമെങ്കിൽ ആദ്യം വർക്കർ ആയാലേ പറ്റൂ. നമ്മൾ വർക്കർ ആയതിനു ശേഷമാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ബോസ് എന്നൊരു പൊസിഷനിൽ എത്തുന്നത്, അല്ലെ? ബോസ് എന്നൊരു ലെവലിൽ എത്തുന്നത്. നമ്മൾ വർക്കർ ഫസ്റ്റ് നമുക്കൊരു ബോസ് ലെവൽ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം വർക്കർ ആയിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ നമ്മൾ ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യുന്നത്. ബട്ട് എന്നെ സംബന്ധിച്ച് എന്റെ പേഴ്സണലി എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ബോസ് ആവാനാണ് ഇഷ്ടം. വർക്കർ ആവുന്നതിനെക്കാട്ടി കൂടുതൽ ബോസ് ആവാനാണ് ഇഷ്ടം. തല്ലുണ്ടാക്കണ്ട, ആരും വഴക്കുണ്ടാക്കണ്ട. അതെന്റെ പേഴ്സണലി ഉള്ള അഭിപ്രായമാണ്. ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ടീച്ച് ചെയ്യത്തില്ല. അങ്ങനല്ല, ആ ഒരു മെന്റാലിറ്റി ശരിയല്ല. നമ്മളെപ്പോഴും ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. അതുപോലെ വേറൊരെണ്ണമുണ്ട്,
നിനക്ക് എല്ലാവരുടെയും അധികാരി അല്ലെങ്കിൽ എല്ലാവർക്കും മുകളിലാവണമെങ്കിൽ നീ എല്ലാവരുടെയും വൃത്തിനാവുക, നീ എല്ലാവരുടെയും വൃത്തിനാവുക, വേലക്കാരനാവുക അല്ലെങ്കിൽ ദാസനാവുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ആക്ച്വലി നമ്മളൊരു വ്യക്തി എന്നിൽ അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ എപ്പോഴും ബോസ് ആവണം, അല്ലെ ബോസ് ഓർ വർക്കർ എന്നുള്ളതിൽ ബോസ് എന്നുള്ള ലെവലിൽ നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും നമ്മൾ വർക്കർ ആവണം. നമ്മൾ ഒരു പടി മുന്നേറിയാണ് ആ ഒരു ലെവൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്, ബോസ് എന്നുള്ള ലെവൽ. ബട്ട് എന്നോട് പേഴ്സണലി ബോസ് ഓർ വർക്കർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, ഓഫ് കോഴ്സ് ഞാൻ ആ വർക്കർ എന്നുള്ള ലെവലിലോട്ട് കയറി എനിക്ക് ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് എനിക്ക് ഇഷ്ടം ബോസ് ആണ്, എനിക്ക് ബോസ് ആവുന്നതാണ് ഇഷ്ടം. വർക്കറിനെ കാട്ടി ബോസ് എന്നൊരു സ്റ്റാൻഡാണ് എനിക്കിഷ്ടം. അപ്പം നിങ്ങളിപ്പോ വിചാരിക്കും ഓ എന്തൊരു സാധനം ഇത് എന്ന് വിചാരിക്കും. ബട്ട് അങ്ങനല്ല, എന്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്, എന്റെ പേഴ്സണലി എന്റെ അഭിപ്രായം എന്താണ്. ഞാൻ കള്ളമായിട്ടൊന്നും പറയുന്നില്ല, എന്റെ മനസ്സിലെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. വർക്കർ ഓർ ബോസ് എന്നത് പറഞ്ഞാൽ ഞാൻ ബോസിനെ സെലക്ട് ചെയ്യും. അപ്പം എന്റെ ഒരു പേഴ്സണലി ഉള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. വർക്കർ ഓർ ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണലി സെലക്ട് ചെയ്യും ബോസ്, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, നമ്മുടെ ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം അതിൽ ഞാൻ ഓൾമോസ്റ്റും ആൻസർ ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ, എന്റെ ജെന്യൂൻ ആയിട്ടുള്ള എന്റെ ഇഷ്ടങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അതിനകത്ത് ഒരു കയ്പും അല്ലെങ്കിൽ ഒരു ഇതും ഞാൻ കലർത്തിയിട്ടില്ല. എന്താ പറയാ, എന്റെ പേഴ്സണലി ഉള്ള സത്യസന്ധമായ ജെന്യൂനായ വെരി ട്രൂത്ത്ഫുൾ ആയ ആൻസേഴ്സ് ആണ് ഞാൻ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഈ വീഡിയോസ് ഞാൻ എന്റെ 2 ഫ്രണ്ട്സ് ആയ ഡോണ നിബിൻ ആൻഡ് മൈ ഹാപ്പിനെസ് സ്പേസിലെ അക്ഷയ ലക്ഷ്മി, ഇവർക്ക് രണ്ടുപേരുടെ ചാനലിലും ഞാൻ ഇത് ഷെയർ ചെയ്യാണ്, ടാഗ് ചെയ്യാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ഇവർ ഈ വീഡിയോ ഈ ഒരു ക്വസ്റ്റ്യൻസ് സെയിം ഞാൻ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ്, അതിന്റെ ദീസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യൻസ് അവര് ഇത് തന്നെ ഫോളോ ചെയ്യണം. ഇതിന്റെ ആൻസർ അവർ പറയണം. അവർക്ക് എന്താണോ, അവർ പേഴ്സണലി എന്താണോ പ്രിഫർ ചെയ്യുന്നതെന്ന് ഈ ആൻസർ പറയണം. അവർ ഇതിനൊരു വീഡിയോ ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോ അവർക്ക് ടാഗ് ചെയ്യാണ്. അവരുടെ 2 പേരുടെയും ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഒരിക്കലും ഇന്നിപ്പോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഡേയിൽ ആ വീഡിയോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഒരു 2 days ഒക്കെ ആഫ്റ്റർ അവർ ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും, ഉറപ്പായിട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ അവർക്ക് ടാഗ് ചെയ്യുന്നു. അപ്പം എന്റെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കമന്റ് ഇടാൻ പറ്റുമെങ്കിൽ കമന്റ് ഇടുക. നിങ്ങൾ ഓരോ കമന്റ് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഹാ ഹൂ ഹാ എന്നൊക്കെ വായിച്ച് എനിക്ക് രസിക്കാമല്ലോ. അപ്പം നിങ്ങൾ കമന്റ് ഇടുക. പിന്നെ അതുപോലെ എന്താണ്, അപ്പം വേറൊന്നുമില്ല. സോ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്. വീണ്ടും സന്ധിക്കും വരെ